ഹായ് എവരിവൺ, എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയോ വിശേഷങ്ങള്? എല്ലാ അടിപൊളിയായിട്ട് പോകുന്നില്ലേ? സോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്, ആക്ച്വലി ഇന്ന് പഠിക്കാനല്ല പോകുന്നത്, ഇതൊരു ഇൻട്രൊഡക്ടറി സെഷൻ ആണ്. BA പൊളിറ്റിക്കൽ സയൻസിലെ BPSC 101 കോഡ് അണ്ടർസ്റ്റാൻഡിങ് പൊളിറ്റിക്കൽ തിയറി എന്ന പേപ്പറിന്റെ ഇൻട്രൊഡക്ടറി സെഷൻ ആണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഓക്കെ, സോ അത്രയ്ക്ക് ഡിഫിക്കൽട്ട് ഒന്നും അല്ല, ഭയങ്കര പ്ലെയിൻ ആണ്, ഭയങ്കര ഈസിയാണ്, വെരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് അണ്ടർസ്റ്റാൻഡിങ് പൊളിറ്റിക്കൽ തിയറി എന്നുള്ളത്. പൊളിറ്റിക്സ് പഠിക്കുന്നതിന് മുമ്പ് ഒരു തിയറട്ടിക്കൽ അണ്ടർ ബേസിസ് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി ആണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ, ഈ ഒരു യൂണിറ്റ്, ഈ ഒരു സബ്ജക്ട് പഠിക്കുന്നത്. ഓക്കെ, അപ്പോ ഈ ഒരു സെഷനിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ് ഈ ഒരു സബ്ജക്റ്റിന്റെ സ്ട്രക്ചർ, എത്ര ബ്ലോക്ക് ഉണ്ട്, ഈ എത്ര യൂണിറ്റ് ഉണ്ട്, ഈ ഓരോ ബ്ലോക്കിന്റെയും യൂണിറ്റ്സിന്റെയും ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, കണ്ടന്റ് എന്തൊക്കെയാണ്. പിന്നെ നമ്മൾ ഒരു സബ്ജക്ട് പഠിക്കുമ്പോഴേക്കും നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ആൻസേഴ്സ് കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ആൻസേഴ്സ് പഠിക്കുന്നതിന് മുമ്പ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്താണ്? ക്വസ്റ്റ്യൻസ് കണ്ടുപിടിക്കുക. ക്വസ്റ്റ്യൻസ്, എന്തൊക്കെ ചോദ്യങ്ങൾക്കാണ് നമ്മൾ ഉത്തരം കിട്ടുന്നത്, എന്തൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്നാണ് നമ്മൾ ഈ ഒരു സെഷനിലേക്ക് നമ്മൾ പറയാൻ പോകുന്നത്. ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ പൂരത്തിന് മുമ്പുള്ള ചെറിയൊരു സാമ്പിൾ എടുക്കിട്ട് പോലെ എന്തൊക്കെയാണ് നമ്മൾ ഈ ഒരു കമ്മിങ് ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് നമ്മൾ ഇന്ന് നോക്കും. ഓക്കെ, സോ ബേസിക്കലി ഈ ഒരു പേപ്പറിന്റെ സ്ട്രക്ചർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ബ്ലോക്ക് ഉണ്ട്. ബ്ലോക്ക് 1, ബ്ലോക്ക് 2, ബ്ലോക്ക് 3. ഈ 3 ബ്ലോക്കിലുമായിട്ട് കുറച്ച് യൂണിറ്റ്സ് ഡിവൈഡഡ് ആണ്. ആ യൂണിറ്റ്സിലുള്ള യൂണിറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ബ്ലോക്ക് ഇസ് ഇൻട്രൊഡ്യൂസിങ് പൊളിറ്റിക്കൽ തിയറി. വെരി ഈസി. അണ്ടർസ്റ്റാൻഡിങ് പൊളിറ്റിക്കൽ തിയറി. പൊളിറ്റിക്സ് പഠിക്കാൻ വേണ്ടി നമ്മൾ പൊളിറ്റിക്കൽ തിയറി പഠിക്കണം. പൊളിറ്റിക്കൽ തിയറി പഠിക്കുന്നതിന് മുമ്പ് എന്താ പഠിക്കേണ്ടത്? എന്താണ് പൊളിറ്റിക്കൽ തിയറി എന്ന് പഠിക്കണം. ദാറ്റ്സ് ഇറ്റ്. സോ ഇതിന് 2 യൂണിറ്റ് ഉണ്ട്. വാട്ട് ഇസ് പൊളിറ്റിക്കൽ തിയറി, അതിന്റെ 2 അപ്രോച്ചസ്. വാട്ട് ഇസ് പൊളിറ്റിക്സ്, സ്റ്റഡി ആൻഡ് സ്റ്റേറ്റ് ഓഫ് പവർ. ഈ 2 യൂണിറ്റിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. സോ യൂണിറ്റ് 1, വാട്ട് ഇസ് പൊളിറ്റിക്കൽ തിയറി, 2 അപ്രോച്ചസ്, നോർമേറ്റീവ് ആൻഡ് എംപിരിക്കൽ എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് പൊളിറ്റിക്കൽ തിയറി, വാട്ട് ഇസ് പൊളിറ്റിക്കൽ തിയറി. പിന്നെ പൊളിറ്റിക്കൽ ഐഡിയോളജി, പൊളിറ്റിക്കൽ ഫിലോസഫി, ഇങ്ങനെ പൊളിറ്റിക്കൽ തിയറിയോട് ചേർന്ന് നിൽക്കുന്ന സിമിലർ ആയിട്ടുള്ള കുറച്ച് ടേംസ് ഉണ്ട്. ആ ടേംസും പൊളിറ്റിക്കൽ തിയറി നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ നമ്മൾ പഠിക്കും. പൊളിറ്റിക്കൽ തിയറി എന്നുള്ളൊരു കൺസെപ്റ്റ് ഡെഡ് ആണെന്ന് ഒരു കാലത്ത് പറഞ്ഞിരുന്നു. അതിൽ നിന്ന് എങ്ങനെയാണ് ഉയർത്തെഴുന്നേറ്റ് വന്നത്, പൊളിറ്റിക്കൽ തിയറി എപ്പോഴും റെലവന്റ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തെന്ന് നമ്മൾ പഠിക്കും. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞ ആസ് എ നെയിം സജസ്റ്റ് 2 അപ്രോച്ചസ് ഉണ്ട്, നോർമേറ്റീവ് ആൻഡ് എംപിരിക്കൽ. അതല്ലാണ്ട് കുറച്ച് അപ്രോച്ചസ് ഉണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ലെസണിൽ നമ്മൾ പഠിക്കും. ദാറ്റ് ഇസ് യൂണിറ്റ് 1. യൂണിറ്റ് 2 അതേപോലെ പൊളിറ്റിക്കൽ തിയറി എന്താണെന്ന് പഠിച്ചു. ഇനി പൊളിറ്റിക്സ് എന്താണെന്ന് പഠിക്കാം. പൊളിറ്റിക്സ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ വരുന്ന 2 വാക്കുകളാണ്, സ്റ്റേറ്റ് ആൻഡ് പവർ. സോ പൊളിറ്റിക്സ് ഇസ് ബേസിക്കലി സ്റ്റഡി ഓഫ് സ്റ്റേറ്റ് ആൻഡ് പവർ എന്നുള്ള ഒരു പെർസ്പെക്റ്റീവിലൂടെ എന്താണ് പൊളിറ്റിക്സ്, പൊളിറ്റിക്സിന്റെ പെർസ്പെക്റ്റീവിൽ എന്താണ് സ്റ്റേറ്റ്, എന്താണ് പവർ, കൺസെപ്റ്റ് ഓഫ് പവർ എന്താണ്, അതേപോലെ തന്നെ ലെജിറ്റിമേഷൻ, ഡീലെജിറ്റിമേഷൻ എന്നുള്ള 2 ടോപ്പിക്സ്, 2 കൺസെപ്റ്റ്സ് നമ്മൾ നോക്കും. വെരി ഈസി. ബ്ലോക്ക് 1 തീർന്നു. വെരി സിമ്പിൾ. ഓക്കെ, സോ ദിസ് ഈസ് ബ്ലോക്ക് 1. എന്താണ് പൊളിറ്റിക്കൽ തിയറി എന്ന് പഠിച്ചു, എന്താണ് പൊളിറ്റിക്സ് എന്ന് പഠിച്ചു. ഡൺ. ഇനി നമുക്ക് അടുത്ത ബ്ലോക്ക് 2ലേക്ക് പോവാം. ബ്ലോക്ക് 2 ബേസിക്കലി അപ്രോച്ചസ് ടു പൊളിറ്റിക്കൽ തിയറിയാണ് പഠിക്കുന്നത്. സോ നമ്മൾ ആദ്യം അണ്ടർസ്റ്റാൻഡിങ് പൊളിറ്റിക്കൽ തിയറിയുടെ ഭാഗമായിട്ട് ആദ്യം പൊളിറ്റിക്കൽ തിയറി എന്താണെന്ന് പഠിച്ചു. ഇനി പൊളിറ്റിക്കൽ തിയറി എന്നുള്ള നമ്മൾ പഠിച്ച ആ ഒരു കൺസെപ്റ്റിനെ പല 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 ആളുകളുടെ പെർസ്പെക്റ്റീവ്, വ്യൂ പോയിന്റ്സ് നമുക്ക് നോക്കാം. ലിബറലിസ്റ്റുകളുടെ വ്യൂ പോയിന്റ്സ്, മാർക്സിസ്റ്റുകളുടെ വ്യൂ പോയിന്റ്സ്, കൺസർവേറ്റീവ്സിന്റെ വ്യൂ പോയിന്റ്സ്, ഫെമിനിസ്റ്റിന്റെ വ്യൂ പോയിന്റ്സ്, പിന്നെ പോസ്റ്റ് മോഡേണിസ്റ്റിന്റെ. ഇതുപോലെ 5 അരേനയിൽ 5 പെർസ്പെക്റ്റീവ്സിലുള്ള ആളുകളുടെ ഷൂസിൽ കയറിയിട്ട് അവരെങ്ങനെയാണ് പൊളിറ്റിക്കൽ തിയറിയെ വ്യൂ ചെയ്യുന്നതും അവരുടെയൊക്കെ തിങ്കിങ്സ്, അവരുടെയൊക്കെ ഫൈൻഡിങ്സും തോട്ട്സും ഫിലോസഫീസും എങ്ങനെയാണ് പൊളിറ്റിക്കൽ തിയറി ഇൻഫ്ലുവൻസ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ യൂണിറ്റ് 3 എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്രോച്ചസ് ടു പൊളിറ്റിക്കൽ തിയറിയിൽ ഒരു അപ്രോച്ച് ലിബറൽ ആണ്, ലിബറൽ തിയറിയാണ്. സോ ഇതിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ലിബറൽ തിയറി എന്താന്ന്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താന്ന്, അതിന്റെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണെന്ന്, ലിബറൽ തിയറി ഇങ്ങനെ ഇവോൾവ് ചെയ്ത് വന്ന അതിന്റെ ഫേസസ് എന്താന്ന്, അതേപോലെ തന്നെ അതിന്റെ ക്രിട്ടിക്കൽ വ്യൂ എന്താണ്, ക്രിട്ടിക്കലി എന്തൊക്കെയാണ് അതിന്റെ ഡ്രോബാക്സ് ആയിട്ട് പറയുന്നത്, അതിന്റെ ക്രിട്ടിക്കൽ ഇവാലുവേഷൻ നമ്മൾ പഠിക്കും. യൂണിറ്റ് 3 അപ്രോച്ചസ് ടു പൊളിറ്റിക്കൽ തിയറി. വേറൊരു അപ്രോച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്സിസ്റ്റ് ആയിട്ടുള്ള അപ്രോച്ച് ആണ്. സോ മാർക്സിസ്റ്റ് അപ്രോച്ച് നമ്മൾ പഠിക്കുന്നത് ഉട്ടോപ്യൻ സോഷ്യലിസം പോലത്തുള്ള കൺസെപ്റ്റ്സ് ആണ്. വെരി ഇൻട്രസ്റ്റിംഗ് ആണ്. ഉട്ടോപ്പിയ എന്താണെന്ന് നമുക്കറിയാം, അതൊക്കെ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഉട്ടോപ്യൻ സോഷ്യലിസം പോലെയുള്ള പ്രീ മാർക്സിയൻ സ്റ്റാൻഡ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കും. അതേപോലെ മാർക്സിസം എന്താണ്, മാർക്സിസത്തിന്റെ ബേസിക് ആയിട്ടുള്ള ഐഡിയോളജികൾ എന്താണ്, പോസ്റ്റുലേറ്റ്സ് എന്താണെന്ന് നമ്മൾ പഠിക്കും. പിന്നെ മാർക്സിസ്റ്റ് തിയറിയിൽ തന്നെയുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കമ്പനൻസ് ഉണ്ട്. തിയറി ഓഫ് ഏലിയനേഷൻ ആൻഡ് ഫ്രീഡം പോലത്തെ കുറച്ച് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള മാർക്സിസ്റ്റ് തിയറിയുടെ ഉള്ളിലുള്ള കുറച്ച് തിയറീസ് ഉണ്ട്, അത് നമ്മൾ പഠിക്കും. അതേപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാർക്സിസത്തിന്റെ ക്രിട്ടീക്സ് എന്താണ്, അതിന്റെ ഡ്രോബാക്സ് എന്താണെന്ന് പഠിക്കും. ഇതാണ് നമ്മൾ മാർക്സിസത്തിൽ പഠിക്കുന്നത്. യൂണിറ്റ് 4. ഓക്കെ,
അടുത്ത യൂണിറ്റ് 5 നമ്മൾ പഠിക്കുന്നത് കൺസർവേറ്റിസം. കൺസർവേറ്റിസം എന്നുള്ളൊരു സംഭവം, ആ ഒരു വേർഡിന്റെ മീനിങ് എന്താണ്, ആ ഒരു ഐഡിയോളജി എന്താണെന്ന് പഠിക്കും, അതിന്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് പഠിക്കും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിന്റെ ക്രിട്ടിക് എന്താണ്, അതിന്റെ ഡ്രോബാക്ക് എന്താണെന്ന് പഠിക്കും. അതെങ്ങനെയാണ് ക്രിട്ടിക്കലി നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് നമ്മൾ പഠിക്കും. പിന്നെ ഉള്ളത് യൂണിറ്റ് 6 ആണ് ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ്, ഫെമിനിസം. അപ്പൊ ഫെമിനിസം എന്ന് പറയുന്നത് നമുക്ക് പറയാം വിമൻ സ്റ്റഡീസിനെയാണ് ഫെമിനിസം എന്ന് പറയുന്നത്. അത് രണ്ടും റിലേറ്റഡ് ആയിട്ട് കിടക്കുന്ന രണ്ട് ടോപ്പിക്സ് ആണ്. അപ്പൊ ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവിലുള്ള പൊളിറ്റിക്കൽ തിയറിയെ കുറിച്ച് നമ്മൾ പഠിക്കും, അത് എങ്ങനെയാണ് ഇവോൾവ് ആയെന്ന് പഠിക്കും. പിന്നെ ഫെമിനിസത്തിന്റെ നമ്മൾ പറയുമ്പോഴേക്കും മേജർ ആയിട്ട് 3 ഡിഫറെന്റ് വേവ്സ് ഓഫ് ഫെമിനിസം ഉണ്ട്. അപ്പൊ ഈ 3 ഡിഫറെന്റ് വേവ്സ് ഓഫ് ഫെമിനിസത്തിലുള്ള പൊളിറ്റിക്കൽ ഐഡിയോളജീസ് തമ്മിലുള്ള വ്യത്യാസം, ഇത് എങ്ങനെയാണ് ഇവോൾവ് ആയി വന്നത്, എങ്ങനെയാണ് സംഭവം, എങ്ങനെയാണ് ഡിഫറെന്റ് ആയിട്ട് ഇരിക്കുന്നത് പഠിക്കും. പൊളിറ്റിക്കൽ ഐഡിയാസ് ഇൻ ഫെമിനിസം നമ്മൾ പഠിക്കും. അതേപോലെ തന്നെ കുറച്ച് ഒരു പോയിന്റിൽ ഫെമിനിസ്റ്റ് തോട്ടിന്റെ ഉള്ളിലുള്ള വ്യക്തിനായിട്ടുള്ള കുറച്ച് ഐഡിയോളജിക്കൽ കാര്യങ്ങൾ നമ്മൾ ക്രിട്ടിക് ചെയ്യുമായിരുന്നു. നമ്മൾ എന്താ ചെയ്യുന്നത്, ഇങ്ങനത്തെ ഒരു പ്രശ്നം വരത്തില്ലേ എന്ന് പലരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ആ ഒരു ചൂണ്ടിക്കാണിക്കൽ എങ്ങനെയാണ് ഇപ്പൊ നമ്മൾ കാണുന്ന ഫെമിനിസ്റ്റ് പൊളിറ്റിക്കൽ തിയറിയിൽ ഇന്നോവേഷൻസും മാറ്റങ്ങളും വരുത്തിയത് എന്ന് നമ്മൾ പഠിക്കും. അതേപോലെ തന്നെ ഫെമിനിസ്റ്റ് പൊളിറ്റിക്കൽ തിയറി എന്ന് പറഞ്ഞ ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്, ഒരു ഭയങ്കര ഡിബേറ്റഡ് ആയിട്ടുള്ള പല നെറേറ്റീവ്സ് ഉള്ള ഒരു വൈഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതിന്റെ ഉള്ളിൽ തന്നെയുള്ള പല പൊളിറ്റിക്കൽ ഡിബേറ്റ്സ് നമ്മൾ പഠിക്കും. ഓക്കെ, ഇതാണ് ഫെമിനിസ്റ്റ് പൊളിറ്റിക്കൽ തിയറി, അപ്രോച്ച് ഓഫ് പൊളിറ്റിക്കൽ തിയറി നമ്മൾ പഠിക്കുന്നത് യൂണിറ്റ് 6. ഓക്കെ, അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിറ്റ് 7 പോസ്റ്റ് മോഡേണിസം. സോ പോസ്റ്റ് മോഡേണിസം എന്നുള്ളൊരു അപ്രോച്ച്, ഒരു കൺസെപ്റ്റ്, അതിന്റെ മീനിങ് എന്താണെന്ന് പഠിക്കും. പോസ്റ്റ് മോഡേണിസത്തിന് തന്നെ ഡിഫറെന്റ് വ്യൂസ് ഉണ്ട്, അതെന്താന്ന് പഠിക്കും. പോസ്റ്റ് മോഡേണിസം എന്നുള്ളൊരു ടേം, എന്നൊരു കൺസെപ്റ്റും പോസ്റ്റ് സ്ട്രക്ചറലിസം തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് നമ്മൾ പഠിക്കും. ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഇതെല്ലാം പഠിച്ചു വരുമ്പോഴേക്കും ഇറ്റ്സ് വെരി എൻഗേജിങ് ആൻഡ് ഇൻട്രസ്റ്റിംഗ്. കാര്യം നമ്മുടെ വേൾഡ് ഏറ്റവും ബെസ്റ്റ് പാർട്ട് അബൌട്ട് പൊളിറ്റിക്കൽ സയൻസ്, സ്റ്റഡിങ് പൊളിറ്റിക്കൽ സയൻസ് ഇസ് ദാറ്റ് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ കാണുന്ന കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സയൻസ് പഠിപ്പിക്കുന്ന കെമിസ്ട്രി പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവിടെ ലാബ് എന്ന് വെച്ചാൽ ഒരു റൂമിൽ കുറച്ച് ടെസ്റ്റ് ട്യൂബ് ഒക്കെ ഇട്ടിട്ട്, എനിക്ക് അതിന്റെ ടെക്നിക്കൽ ഒന്നും അറിയില്ല, എന്നാലും അതാണ് അവരുടെ ലാബ്. പക്ഷെ പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം അവരുടെ ലാബ് എന്ന് പറയുന്നത് അവർ താമസിക്കുന്ന സമൂഹമാണ്, അവർ ജീവിക്കുന്ന ലോകമാണ്. അവർ ചുറ്റിലും കാണുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു പൊളിറ്റിക്സ് ഉണ്ട്. അവരുടെ വീട്ടിൽ തൊട്ട് അവരുടെ സ്കൂളിൽ തൊട്ട് അവരുടെ കോളേജ് തൊട്ട് അവർ മരിക്കുന്നവരെ പോകുന്ന എല്ലായിടത്തും നമ്മൾ ഈ പറയുന്ന പോസ്റ്റ് മോഡേണിസം, ഫെമിനിസം, മാർക്സിസം ഇതുപോലത്തെ ഓരോ കൺസെപ്റ്റ്സ് ആ പേര് പറഞ്ഞിട്ടല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. സോ ഈ കൺസെപ്റ്റ്സ് പഠിക്കുമ്പോഴും ഈ അപ്രോസസ് പഠിക്കുമ്പോഴും നമുക്ക് ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് റിലേറ്റബിൾ ആയിട്ട് തോന്നും. വെരി ഇൻട്രസ്റ്റിംഗ് ആണ്, പഠിക്കാൻ ഭയങ്കര അടിപൊളിയായിട്ടുള്ള സബ്ജക്റ്റാണ്. സോ ഐ ഹോപ്പ് യു ഓൾ ആർ എക്സൈറ്റഡ് ഫോർ ഇറ്റ്. സോ കമ്മിങ് ബാക്ക് ടു ദ ടോപ്പിക്, യൂണിറ്റ് 7 നമ്മൾ പഠിക്കാൻ പോകുന്നത് പോസ്റ്റ് മോഡേണിസം പോസ്റ്റ് സ്ട്രക്ചറലിസം തമ്മിലുള്ള റിലേഷൻഷിപ്പ് പഠിക്കും. പിന്നെ പോസ്റ്റ് മോഡേണിസവും ഗ്ലോബലൈസേഷൻ എല്ലാവർക്കും അറിയാലോ. പോസ്റ്റ് മോഡേണിസവും ഗ്ലോബലൈസേഷനും തമ്മിലുള്ള ലിങ്ക് പഠിക്കും, അത് എങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫ്ലുവൻസ്ഡ് ആയെന്നൊക്കെ പഠിക്കും. ഓക്കെ, യൂണിറ്റ് 7 കഴിയും. സോ അപ്പൊ തന്നെ 2 ബ്ലോക്ക് കഴിഞ്ഞു, ഇനി ഒറ്റ ബ്ലോക്കും കൂടെ ബാക്കിയുള്ളൂ. വിച്ച് ബ്രിങ്സ് us ടു ബ്ലോക്ക് 3, ദ ഗ്രാമർ ഓഫ് ഡെമോക്രസി. ഭയങ്കര അടിപൊളി ഈ ബ്ലോക്കാണ്, വെരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബ്ലോക്കാണ്. ബിക്കോസ് ഡെമോക്രസി, വി ലീവ് ഇൻ എ ഡെമോക്രാറ്റിക് കൺട്രി, വി സീ ദ ചേഞ്ചസ്. ഒരു ഡെമോക്രാറ്റിക് കൺട്രിയിൽ നടക്കുന്ന ചേഞ്ചസ് ആണ് ഇതാണ്. നമ്മുടെ രാജ്യത്താണെങ്കിലും അന്താരാഷ്ട്ര ഇന്റർനാഷണൽ റിലേഷൻസ് നോക്കുകയാണെങ്കിലും ഒരു ഡെമോക്രാറ്റിക് കൺട്രി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്കറിയാം. സോ ഓക്കെ, നമുക്ക് പണ്ട് തൊട്ടേ എങ്ങനെയാണ് ഡെമോക്രസി വർക്ക് ചെയ്യുന്നതെന്ന് അറിയാം. അത് നമ്മൾ കാണുന്ന ഡെമോക്രസിയാണ്. പൊളിറ്റിക്കൽ തിയറിയിലുള്ള ഡെമോക്രസി നമ്മൾ ആസ്പയർ ചെയ്യുന്ന ഡെമോക്രസിയാണ്. ഇങ്ങനെ ആവണം ഡെമോക്രസി, ഇങ്ങനെയൊക്കെയാണ് ഡെമോക്രസിയുടെ എന്ന് നമ്മൾ ഇത് ഉദ്ദേശിച്ചാണ് ഇത് വെച്ചത്, ഈ റെപ്രസെന്റേഷൻ ഉദ്ദേശിച്ചാണ് ഇത് വെച്ചത്. അങ്ങനെ ഡെമോക്രസിയുടെ ഒരു ആസ്പയറിംഗ് ഫോമാണ് പൊളിറ്റിക്കൽ തിയറിയിൽ നമ്മൾ കാണുന്നത്. അത് എല്ലായ്പ്പോഴും നമ്മൾ ജീവിക്കുന്ന ഡെമോക്രസിയിൽ സംഭവിക്കണമെന്നില്ല. അപ്പൊ നമ്മൾ പഠിക്കുന്ന ഒരു പ്യുവർ ഫോം ഓഫ് ആസ്പയറിംഗ് ഡെമോക്രസി, നമ്മൾ വേണം എന്ന് നമ്മൾ വിചാരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ എയിം ചെയ്യുന്ന ഒരു ഡെമോക്രസിയും നമ്മൾ ജീവിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഡെമോക്രസി നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ തന്നെ ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് ടു സ്റ്റഡി. ഐ ഹോപ്പ് യു ഓൾ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്ക് ഞാൻ ഹോപ്പ് ചെയ്യുന്നു. സോ ദ ഗ്രാമർ ഓഫ് ഡെമോക്രസിയിൽ നമ്മൾ പഠിക്കുന്നത് യൂണിറ്റ് 8 ദ ഐഡിയ ഓഫ് ഡെമോക്രസി റെപ്രസെന്റേഷൻ അക്കൗണ്ടബിലിറ്റി, യൂണിറ്റ് 10 representative democracy and its limits, unit 11 participation and its descent, unit 12 democracy and citizenship. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, ദ ഗ്രാമർ ഓഫ് ഡെമോക്രസി. യൂണിറ്റ് 8 ദ ഐഡിയ ഓഫ് ഡെമോക്രസിയിൽ നമ്മൾ പഠിക്കുന്നത് വെരി സിമ്പിൾ, മീനിങ് ഓഫ് ഡെമോക്രസി, എന്താണ് ഡെമോക്രസി എന്ന് പഠിക്കും. പിന്നെ ഡെമോക്രസിയുടെ മിനിമലിസ്റ്റിക്കും മാക്സിമലിസ്റ്റിക്കുമായിട്ടുള്ള 2 ഫോംസ് ഉണ്ട്. ആ 2 ഫോംസിന്റെ വ്യത്യാസങ്ങൾ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പഠിക്കും. പല ടൈപ്പ് ഓഫ് ഡെമോക്രസി ഉണ്ട്, ഈ പല ടൈപ്പ് ഓഫ് ഡെമോക്രസി നമ്മൾ മനസ്സിലാക്കും. അതേപോലെ തന്നെ ഇന്റർനാഷണൽ ലെവലിൽ ഡെമോക്രസി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഡെമോക്രസി എങ്ങനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത് നമ്മൾ പഠിക്കും. ഇതാണ് ഐഡിയ ഓഫ് ഡെമോക്രസി. ഏറ്റവും ബേസിക് ആയിട്ട് എന്താ ഡെമോക്രസി,
ബൈ ദ പീപ്പിൾ ഓഫ് ദ പീപ്പിൾ, അങ്ങനത്തെ സാധനങ്ങൾ. ഓക്കെ, ഭയങ്കര ബ്രേക്സ്. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ നമ്മൾ വീണ്ടും ബ്രഷപ്പ് ചെയ്ത് കുറച്ചുകൂടി ഇങ്ങനെ പോളിഷ് ചെയ്തെടുക്കുന്നതാണ് നമ്മളിപ്പോ നമ്മളിതിൽ പഠിക്കുന്നത്. ഓക്കെ ഓക്കെ അപ്പൊ യൂണിറ്റ് 9 അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെമോക്രസി, റെപ്രസെന്റേഷൻ ആൻഡ് അക്കൗണ്ടബിലിറ്റി. എസ് വി നോ, ഡെമോക്രസിയുടെ ഒരു ഏറ്റവും ബേസിക് ആയിട്ടുള്ള സംഭവം തന്നെ റെപ്രസെന്റേഷൻ ആണ്. ഏറ്റവും കാതൽ എന്ന് പറയുന്നത് തന്നെ റെപ്രസെന്റേഷൻ ആണ്. അപ്പോൾ ഡെമോക്രസി എന്നുള്ള ഒരു വാക്കിന്റെ അർത്ഥം, മീനിങ് പഠിക്കും. റെപ്രസെന്റേഷൻ ആൻഡ് അക്കൗണ്ടബിലിറ്റി എന്നുള്ളൊരു 2 കൺസെപ്റ്റ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കും. ഈ ഡെമോക്രസിയും റെപ്രസെന്റേഷനും അക്കൗണ്ടബിലിറ്റിയും ഈ 3 ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്സിന് തമ്മിലുള്ള റിലേഷൻഷിപ്സ് എന്നത് പഠിക്കും. വെരി ഈസി, വെരി സിമ്പിൾ. ഇത് നിങ്ങൾ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എന്തൊക്കെയായിരിക്കും ഇതിന്റെ വരാൻ പോകുന്നത്. നിങ്ങൾക്ക് മനസ്സിലിങ്ങനെ എന്തൊക്കെയായിരിക്കും ഇനി ഇതിന്റെ പഠിക്കാൻ പോകുന്നതെന്ന് നമുക്കൊരു ഊഹം കിട്ടുന്നുണ്ടാവും. വെരി സിമ്പിൾ ആയിട്ടുള്ള അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. സോ യൂണിറ്റ് 10 representative democracy and its limits. So explain the meaning of representative democracy. ഒരു ഫോം ഓഫ് ഡെമോക്രസി ആണ്. നേരത്തെ പഠിച്ച ടൈപ്പ് ഓഫ് ഡെമോക്രസികളിൽ ഒരു ഫോം ഓഫ് ഡെമോക്രസിയാണ് റെപ്രസെന്റേറ്റീവ് ഡെമോക്രസി. ആ റെപ്രസെന്റേറ്റീവ് ഡെമോക്രസി എന്നുള്ള ഒരു വേർഡിന്റെ അർത്ഥം അല്ലെങ്കിൽ അതെന്താണെന്ന് നമ്മൾ പഠിക്കും. അതിനകത്തുള്ള ഡിഫറെന്റ് വ്യൂസ് പഠിക്കും. പിന്നെ ഫണ്ടമെന്റൽ ആയിട്ട് കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട്. റെപ്രസെന്റേറ്റീവ് ഡെമോക്രസിയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫണ്ടമെന്റൽ ആയിട്ടുള്ള കുറച്ച് പ്രിൻസിപ്പിൾസ് പഠിക്കും. അതേപോലെ തന്നെ ഇലക്ഷൻ എന്നുള്ളൊരു ഫേസിൽ നമ്മൾ പറഞ്ഞ പോലെ പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം ഒരുപക്ഷെ മനസ്സിൽ വരുന്ന ഇലക്ഷനും ഡെമോക്രസി ഇങ്ങനെ ഖദറും വോട്ട് പിടിക്കാൻ പോകുന്നൊക്കെ ആയിരിക്കും. അപ്പൊ ഏറ്റവും ബേസിക് നമുക്ക് തോന്നുന്ന കുറച്ച് കാര്യമാണ് ഇലക്ഷൻ. അപ്പൊ ഇലക്ഷൻ ഇന്റർഫേസിൽ എങ്ങനെയാണ് ഡെമോക്രസി വർക്ക് ചെയ്തത് നമ്മൾ പഠിക്കും. അതേപോലെ തന്നെ റെപ്രസെന്റേറ്റീവ് ഡെമോക്രസി ചുറ്റിപ്പറ്റി കുറച്ച് എല്ലാത്തിനും 2 വശം, എല്ലാ നാണയങ്ങൾക്ക് 2 വശങ്ങളുള്ള പോലെ 2 വശങ്ങളുള്ള പോലെ റെപ്രസെന്റേറ്റീവ് ഡെമോക്രസിക്കും കുറച്ച് ഡ്രോബാക്സും കുറച്ച് ഫ്ലോസ് ഒക്കെ ഉണ്ട്. അപ്പൊ വൈറ്റലായിട്ട് കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. ആ ഇഷ്യൂസ് എന്തൊക്കെയാണ്, ആ ഇഷ്യൂസിൽ നമ്മൾ കമന്റ് ചെയ്യാൻ പഠിക്കും. അപ്പൊ റെപ്രസെന്റേറ്റീവ് ഡെമോക്രസിയുടെ ക്രിട്ടിക്കലി നമ്മൾ അതിനെ ഒന്ന് വ്യൂ ചെയ്യും. ഓക്കെ, ഒന്ന് അനലൈസ് ചെയ്യും. അതാണ് യൂണിറ്റ് 10 നമ്മൾ പഠിക്കുന്നത്. അതിന്റെ ലിമിറ്റ്സ് പഠിക്കും. പിന്നെയാണ് യൂണിറ്റ് 11 ആണ് പാർട്ടിസിപ്പേഷൻ ആൻഡ് ഡിസെന്റ്. ഓക്കെ, participation is one of the most important factor in democracy. Political participation ഇല്ലെങ്കിൽ ഡെമോക്രസി ഇല്ല. സോ വെരി ഇമ്പോർട്ടൻറ്റ്, വെരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഡിസെന്റ് എന്താന്ന് പഠിക്കും. പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷന്റെ അർത്ഥം എന്താ, അത് എങ്ങനെയാണ് റിലേറ്റ് ചെയ്യുന്നത് പഠിക്കും. ഡിസെന്റ് എന്ന് വെച്ചാൽ അറിയാം, എതിർക്കാനുള്ള ഒരു ശക്തിയാണ്, ഒരു എബിലിറ്റിയാണ് ഡിസെന്റ് എന്ന് പറയുന്നത്. പാർട്ടിസിപ്പേഷൻ എന്താന്ന് പഠിക്കും, പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ എന്താന്ന് പഠിക്കും, ഡിസെന്റ് എന്താന്ന് പഠിക്കും, പാർട്ടിസിപ്പേഷനും ഡിസെന്റ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താന്ന് പഠിക്കും. വെരി ഈസി. അപ്പോൾ ഇതൊക്കെ ഡെമോക്രസിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ബേസിക് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ആണ് നമ്മളിങ്ങനെ ബ്രഷ് ഓഫ് ചെയ്ത് പോകുന്നത്. ഇതെല്ലാം നമുക്ക് ഒരുപക്ഷെ അറിയുന്ന, പഠിച്ചു വരുമ്പോൾ റിലേറ്റബിൾ ആയിട്ട് തോന്നുന്ന അത്രയ്ക്ക് സിമ്പിൾ ആയിട്ട് ടോപ്പിക്സ് ആണ്. വാട്ട് വി ആർ ഡൂയിങ് ഇസ്, നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിട്ട് അതൊന്ന് ബ്രഷ് ചെയ്ത് അതിനൊന്ന് പോളിഷ് ചെയ്ത് പെയിന്റ് ചെയ്ത് ഒന്ന് വൃത്തിക്ക് ഒരു ക്രോഡീകരിച്ച് വെക്കും. അതാണ് നമ്മൾ ചെയ്യുന്നത്. ബാക്കിയെല്ലാം നമുക്ക് അറിയുന്ന പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു സബ്ജക്റ്റിൽ, ഈ ഒരു പേപ്പറിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, മുമ്പ് എപ്പോഴെങ്കിലും പഠിച്ചിട്ടില്ല അല്ലെങ്കിൽ കേട്ടിട്ടില്ല, ഇനി പൊളിറ്റിക്കൽ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആളുകളാണെങ്കിലും അത്യാവശ്യം പത്രം വായിക്കുന്ന അല്ലെങ്കിൽ അത്യാവശ്യം നമ്മൾ ന്യൂസ് കാണുന്ന, സിനിമകളെങ്കിലും കാണുന്ന ആളുകൾക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കും ഇതെല്ലാം. സോ അടുത്തത് ലാസ്റ്റ് ചാപ്റ്റർ, ഡെമോക്രസി ആൻഡ് സിറ്റിസൺഷിപ്പ്. സിറ്റിസൺഷിപ്പിന്റെ പെർസ്പെക്റ്റീവിൽ ഡെമോക്രസിയുടെ അർത്ഥം എന്താന്ന് പഠിക്കും. സിറ്റിസൺഷിപ്പ് അഥവാ പൗരത്വത്തിന്റെ കൺസെപ്റ്റ് പഠിക്കും. അത് സെഞ്ചുറീസ് ഉടനീളം എങ്ങനെയാണ് പൊളിറ്റിക്കൽ തിയറിയിൽ ഇങ്ങനെ പൊളിറ്റിക്സിൽ എങ്ങനെ ഡെവലപ്പ് ആയിക്കൊണ്ടെന്ന് വെച്ചാൽ പണ്ടത്തെ കാലത്ത് സിറ്റിസൺഷിപ്പ് എല്ലാവർക്കും കൊടുത്തിരുന്നില്ല, പിന്നെ കൊടുത്തു തുടങ്ങി. പിന്നെ മെൻ മാത്രം കൊടുത്തു തുടങ്ങി, പിന്നെ വർക്കിംഗ് ക്ലാസ് മെന്ന് കൊടുക്കാൻ തുടങ്ങി, പിന്നെ വിമൻ കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ സിറ്റിസൺഷിപ്പ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇറ്റ് ഹാസ് എ ഹിസ്റ്ററി ടു സേ. ഓക്കെ, ഇറ്റ് ഹാസ് എ സ്റ്റോറി ടു സേ. അപ്പൊ അത് എങ്ങനെയാണ് സിറ്റിസൺഷിപ്പ് എന്നുള്ള ഒരു കൺസെപ്റ്റ് എങ്ങനെയാണ് സെഞ്ചുറീസിലൂടെ ഡെവലപ്പ് ആയെന്ന് പഠിക്കും. അതേപോലെ തന്നെ ഡെമോക്രസിയും സിറ്റിസൺഷിപ്പും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പഠിക്കും. ഇതാണ് ബ്ലോക്ക് 3 നമ്മൾ പഠിക്കുന്നത്. സോ ബ്ലോക്ക് 1 കഴിഞ്ഞു പൊളിറ്റിക്കൽ തിയറിയെ പറ്റിയിട്ട്, ബ്ലോക്ക് 2 കഴിഞ്ഞു അപ്രോച്ചസ് ഓഫ് സ്റ്റഡിങ് പൊളിറ്റിക്കൽ തിയറി, മറ്റേ പോസ്റ്റ് മോഡേണിസം, ഫെമിനിസം, മാർക്സിസം, അങ്ങനത്തെ കാര്യങ്ങൾ. ബ്ലോക്ക് 3 ദ ഗ്രാമർ ഓഫ് ഡെമോക്രസി. തീർന്നു. ഇത്രയേ ഉള്ളൂ. ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ ഐ ഹോപ്പ് ഇത് നമുക്ക് ഇത്തരം പഠിക്കുമ്പോഴേക്കും കുറച്ച് ഉണ്ടാവുമല്ലോ, ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ, ആ ഒരു ഫയർ, ആ ഒരു ചെറിയ സ്പാർക്ക് ഓഫ് ക്യൂരിയോസിറ്റി നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെന്ന്, ആ ഒരു എക്സൈറ്റ്മെന്റ് ഈ ഒരു സബ്ജക്ട് പഠിക്കാൻ നിങ്ങൾക്ക് ഉണ്ടെന്ന് ഐ ഹോപ്പ്. സോ നമുക്ക് ഇനി വരും ലെസൺസിൽ പഠിക്കാം, കാണാം. ഇതുപോലത്തുള്ള അടിപൊളിയായിട്ടുള്ള സബ്ജക്ട്സ് നമുക്ക് കൂടുതൽ ഡൈവ് ഇൻ ചെയ്യാം. ഈ പറയുന്ന തിയറിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ റെലവെന്റ് ആവുന്നത് എങ്ങനെയാണ് നമ്മൾ നമ്മുടെ സമൂഹത്തിൽ അത് കാണുന്നതും അനലൈസ് ചെയ്യുന്നതും നമുക്ക് പഠിക്കാം. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് പൊളിറ്റിക്കൽ സയൻസ്. താങ്ക് യു. ബൈ.